H-1B വിസയുടെ അപേക്ഷാ ഫീസ് 88 ലക്ഷം രൂപയാക്കിക്കൊണ്ടുള്ള അമേരിക്കയുടെ നടപടി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയാണ് ബാധിക്കുക. നേരത്തെ പരമാവധി 4 ലക്ഷം രൂപ വരെയായിരുന്ന ഫീസാണ് 22 ഇരട്ടിയായി വർദ്ധിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള IT ജീവനക്കാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ വലിയ ദ്രോഹമാകുമെന്നതിൽ തർക്കമില്ല. എന്താണ് H-1B വിസ? IT അടക്കമുള്ള ഉയർന്ന സാങ്കേതിക മേഖലകളിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെ താൽക്കാലികമായി നിയമിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് അനുവാദം നൽകുന്നതിനുള്ള നോൺ ഇമിഗ്രന്റ് വിസയാണ് H-1B വിസ. തൊഴിലുടമകളാണ് ഈ വിസയ്ക്കായി അപേക്ഷിക്കേണ്ടത്. നോൺ ഇമിഗ്രന്റ് വിസ രീതി പിന്തുടരുന്ന നിരവധി ജീവനക്കാരെ കമ്പനികൾ റിക്രൂട്ട് ചെയ്യും. 3 വർഷമാണ് വിസയുടെ കാലാവധി. പിന്നീട് ഇത് 6 വർഷത്തേക്ക് നീട്ടാം. ഓൺലൈനിലൂടെയുള്ള അപേക്ഷകൾ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുക. പ്രതിവർഷം 85,000-ഓളം H-1B വിസകൾ അനുവദിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ വർഷം ഇതിൽ 71% സ്വന്തമാക്കിയത് ഇന്ത്യക്കാരാണ്. അതുകൊണ്ടാണ് ഈ ഫീസ് വർധന ഇന്ത്യയെയാണ് ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുകയെന്ന് പറയുന്നത്. ഒരു ജീവനക്കാരനെ നിയമിക്കുന്നതിന് 88 ലക്ഷം രൂപ ചെലവാക്കണം എന്ന അവസ്ഥ വരുമ്പോൾ ഇത്തരത്തിൽ ആളുകളെ ജോലിക്കെടുക്കാൻ കമ്പനികൾ മടിക്കും. അങ്ങനെ വന്നാൽ അത് അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ തേടുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളെ കാര്യമായി തന്നെ ബാധിക്കും. അമേരിക്കയിൽ മെച്ചപ്പെട്ട ശമ്പളത്തിൽ ജോലി നേടുകയെന്ന ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാരുടെ സ്വപ്നമാണ് ഇതിലൂടെ ഇല്ലാതാവുന്നത്. അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നല്ല കഴിവുകളുള്ള ആളുകൾ അനിശ്ചിതത്വത്തിലും പ്രതിസന്ധിയിലുമാണ് ഇപ്പോൾ. തൊഴിലന്വേഷകരെ മാത്രമല്ല, അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളെയും പ്രതികൂലമായി ബാധിക്കുന്നതാണ് ട്രംപ് സർക്കാരിന്റെ നടപടി. കമ്പനികളുടെ വിപുലീകരണ സ്വപ്നങ്ങളും ഇതിലൂടെ ഇല്ലാതാവുകയാണ്. എന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ നടന്നുവരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മുഖത്തടിക്കുന്ന വിധത്തിൽ അമേരിക്കയുടെ തീരുമാനങ്ങൾ വരുന്നത്. വ്യാപാര കരാറിലും ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. അതേസമയം ഇവിടെ കേരളത്തിൽ പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കുകയാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലൂന്നിയ നൂതനമായ കമ്പനികളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞിട്ടുണ്ട്. കേരളം ഇന്ന് പുതിയ വ്യവസായ നയത്തിലൂടെ തുറന്നിടുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു നിക്ഷേപ സൗഹൃദ ആവാസ വ്യവസ്ഥയാണ്. ഏറ്റവും മികച്ച പ്രവർത്തനാന്തരീക്ഷവും മികച്ച കാലാവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം കേരളത്തിന്റെ കരുത്താണ്. ഒപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റീഫോംസിൽ രാജ്യത്ത് തന്നെ ഒന്നാമതുള്ളതും നമ്മുടെ കേരളമാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ടാലന്റ് പൂളാണ്. കേരളത്തിൽ നിന്നുള്ള എഞ്ചിനീയർമാരും IT വിദഗ്ധരും ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളും മാനേജ്മെന്റ് വിദഗ്ധരും ലോകോത്തര നിലവാരമുള്ളവരാണ്. ലിങ്ക്ഡിൻ റിപ്പോർട്ട് പ്രകാരം 172% വർധനവാണ് ടാലന്റ് പൂളിൽ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വളർച്ചാ നിരക്കാണിത്. കേരളീയരുടെ പ്രൊഫഷണലിസവും ആത്മാർത്ഥതയും ലോകമാകെ അംഗീകരിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോൾ H-1B വിസ പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിൽ കേരളത്തിലേക്ക് കമ്പനികൾ കടന്നു വന്നാൽ നമ്മുടെ പ്രൊഫഷണലുകൾക്ക് കേരളത്തിൽ തന്നെ മികച്ച അവസരങ്ങൾ ലഭ്യമാകാൻ കാരണമാകും. ഈ പ്രൊഫഷണലുകളുടെ ദീർഘകാല സേവനം കമ്പനികൾക്ക് ലഭിക്കാനും ഈ നീക്കം സഹായകമാകും.